കേരളത്തിന്റെ മലപ്പുറം ജില്ല വിഭജിക്കണം കേട്ടോ. അടുത്ത് പാകിസ്ഥാൻ ആക്കണമെന്നാണോ കാന്തപുരത്തിന്റെ ആഗ്രഹം, അതോ മലപ്പുറം ജില്ല മറ്റൊരു സംസ്ഥാനമായി മാറ്റണമെന്നാണോ കാന്തപുരത്തിന്റെ അഭിപ്രായം? ഏവനാണ് ഈ കാന്തപുരം? അവനാരാ ഇവിടുത്തെ കേരളത്തിന്റെ രാജാവോ? മലപ്പുറം ജില്ല എന്താ തനിക്ക് തീർ എഴുതി തന്നേക്കണോ? മുസ്ലിങ്ങൾക്ക് തീർ എഴുതി തന്നേക്കണോ? അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് തീർ എഴുതി തന്നേക്കണോ? ഇവിടെ കേരളം എന്നുള്ള 14 ജില്ലയല്ലേ, അത് അവിടെ തന്നെ കാണും. ഇനി പിണറായി സർക്കാർ വോട്ടിന് വേണ്ടി ഇത് ഉണ്ടാക്കാൻ കഴിയുമോ? പിണറായി സർക്കാരിന് മാത്രം എത്തിച്ചേരാൻ പറ്റുമോ? ഇനി പിണറായി സർക്കാർ തന്നെ ഇവിടെ കാണുന്നില്ല, പലരും അകത്തായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നിങ്ങൾ കാണുന്നില്ലേ? പിന്നെ കാന്തപുരം ആരെ ഇവിടുത്തെ രാജാവൊന്നുമല്ലല്ലോ. അതൊക്കെ പിന്നെ പാകിസ്ഥാനിലോ ഗൾഫിലോ പോയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി കാന്തപുരം അവിടെ ഭാഗിക്കണമെന്ന്. കേരളത്തിൽ പറയേണ്ട, നടക്കുകയില്ല, സമ്മതിക്കുകയില്ല. അവിടെ പെറ്റ് വലിയ ജനക്കൂട്ടം ഉണ്ടാക്കിയെന്ന് പറഞ്ഞങ്ങോട്ട് തള്ളിത്തരാം കാന്തപുരം. ചേട്ടാ, ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ. ചേട്ടൻ പറഞ്ഞതിനുള്ള മറുപടി ഉണ്ടല്ലോ, ചേട്ടൻ പറഞ്ഞതുപോലെ എനിക്ക് പറയാനറിയാം. പക്ഷെ അതിനെന്റെ സംസ്കാരം അങ്ങോട്ട് അനുവദിക്കുന്നില്ല. ഇത് മതേതരത്വ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും ഒരുമിച്ച് കൈകോർത്ത് ജീവിക്കുന്ന ഒരു രാജ്യമാണിത്. ഇവിടെ ഉസ്താദ് പറഞ്ഞൊരു ആശയം ഉണ്ടല്ലോ, മലപ്പുറം വിഭജിക്കണമെന്ന് പറഞ്ഞ ഈ ഒരു ആശയം എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും. ഹിന്ദുത്വ വർഗീയ ചിന്തയുള്ള നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ഒഴികെ 1956 കണ്ണൂരും കാസർഗോഡും ഒരുമിച്ചായിരുന്നു, ഒരു ജില്ലയായിരുന്നു. അത് പിന്നെ 1984 അത് വിഭജിക്കണത്. അതിന്റെ കാരണം എന്താന്ന് ചേട്ടനക്ക് അറിയോ? അവിടെ ജനസംഖ്യ കൂടുതലായിരുന്നു. 30 ലക്ഷത്തോളം ജനസംഖ്യ അന്നുണ്ടായിരുന്നു. അതിന്റെ കാരണം കൊണ്ട് സർക്കാരിൽ നിന്നുള്ള സഹായങ്ങൾ അവിടേക്ക് എത്താത്തത് മൂലം എല്ലാ ആളുകൾക്കും സർക്കാരിൽ നിന്നുള്ള സഹായങ്ങൾ പെട്ടെന്ന് ലഭിക്കുന്നില്ല. അതിനെ തുടർന്ന് 1984 കണ്ണൂരും കാസർഗോഡും 2 ജില്ലകളായി വിഭജിക്കണത്. ഇനി മലപ്പുറത്തിന്റെ ജനസംഖ്യ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ 40 ലക്ഷത്തോളം ജനസംഖ്യ ഉണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്നുള്ള സഹായം ജനങ്ങളിലേക്ക് എത്താൻ വളരെ കുറവുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ, എല്ലാ മതക്കാർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ശൈഖുന AP ഉസ്താദ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ഹിന്ദുത്വ വർഗീയ ചിന്തയുള്ള ഒരാൾക്കും ഉസ്താദ് പറഞ്ഞതിന്റെ ആശയം ഉൾക്കൊള്ളാൻ കഴിയൂല, അത് മനസ്സിലാവാനും കഴിയൂല. ചേട്ടന്റെ തലയിലുള്ള ആ വർഗീയ ചിന്ത ഉണ്ടല്ലോ, ഹിന്ദുത്വ വർഗീയ ചിന്ത, അതൊന്ന് മാറ്റി വെച്ചിട്ട് ഉസ്താദ് പറഞ്ഞ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കി. ഉസ്താദ് പറഞ്ഞ ആശയം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും.